നിങ്ങൾക്കറിയാം, തീവ്രവാദികൾ, ഭീകരവാദികൾ ഇന്ത്യയിലെ ചില ആളുകളുടെ സപ്പോർട്ടോടു തന്നെയാണ് കാശ്മീരിൽ അക്രമം നടത്തിയത്. കഴിഞ്ഞ അക്രമം ചോദിച്ചുകൊണ്ടാണ്, പേര് ചോദിച്ച് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ കൊല്ലുക. അങ്ങനെ കൊല്ലുന്ന സന്ദർഭത്തിൽ ഈ കേരളത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരിയും 2 കുട്ടികളും അച്ഛനും, അമ്മയുണ്ടായിരുന്നു. അമ്മ നടക്കാനാവാത്തത് കൊണ്ട് അവർ താമസിക്കുന്ന ലോഡ്ജിൽ നിൽക്കുകയാണ്. അമ്മ ലോഡ്ജിൽ, അച്ഛനും മോളും 2 മക്കളും കൂടി കാണാൻ പോവുകയാണ്. അപ്പോഴാണ് ഭീകരർ അക്രമം തുടങ്ങിയത്. ആ അക്രമത്തിൽ അച്ഛനെ പിടിച്ചു. 2 മക്കളോടൊപ്പം അമ്മയുണ്ട്, ഈ യുവതിയുണ്ട്. ആ അച്ഛനെ വെടിവെച്ചു കൊന്നു ഭീകരവാദികൾ. വെടിവെച്ചിട്ടു ഒന്നും ചെയ്യാൻ കഴിയാതെ നിലവിളിച്ച് 2 കുട്ടികളെയും കൊണ്ട് ഈ അമ്മ ഓടുകയാണ്. എങ്ങോട്ടേക്കാണ് ഓടേണ്ടത്? ഏത് ഭാഗത്തേക്കാണ് ഓടേണ്ടത്? ആരെയാണ് വിളിക്കേണ്ടത്? ഒന്നിനെ പറ്റിയും വ്യക്തതയില്ല. അവസാനം ഓടുന്നതിനിടയിൽ ഫോൺ നോക്കിയപ്പോ ഫോൺ അനങ്ങുന്നില്ല. കാരണം അവിടെ റേഞ്ചില്ല. റേഞ്ച് വന്ന ഘട്ടത്തിൽ ആ സ്ത്രീ അവരെ അവിടെ കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്, 2 ആളുണ്ട്. ആ 2 ഡ്രൈവറെയും വിളിച്ചപ്പോ അവർ പറഞ്ഞു, നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് എന്ന് പറഞ്ഞപ്പോ ഏതാണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു. അവിടുന്ന് ഇന്ന ഭാഗത്തേക്ക് ഓടിക്കോ, ഞങ്ങൾ അവിടെ എത്താം എന്ന് അവർ പറഞ്ഞു. ആ പറഞ്ഞ ദിശയിലേക്ക് അവർ ഓടി. ആ ഓടി എത്തിയപ്പോൾ അവരും കണ്ടു ഈ 2 കുട്ടികളും അമ്മയും. അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. എന്തു സംഭവിച്ചു എന്നതിനെപ്പറ്റി ഒരു ധാരണയുമില്ല. അവസാനം ആ അച്ഛൻ ഉൾപ്പെടെയുള്ള മരിച്ചു വീണ എല്ലാവരെയും മോർച്ചറിലേക്ക് മാറ്റി. അവസാനം ഈ 2 ചെറുപ്പക്കാര് ഇവരെയും കൂട്ടി അവർ താമസിച്ചിരുന്ന ആദ്യത്തെ ലോഡ്ജിലേക്ക് എത്തി. ആ ലോഡ്ജിൽ നിന്ന് അമ്മയെ കണ്ടു. അമ്മയോട് വിവരം പറഞ്ഞില്ല ആദ്യം. എന്നിട്ട് തിരിച്ചറിയണം, ബോർഡ് തിരിച്ചറിയണമെന്ന നിർദ്ദേശം വന്നപ്പോൾ ഈ 2 ചെറുപ്പക്കാര് ഈ ചെറുപ്പക്കാരിയായ അമ്മയെയും കൂട്ടി അച്ഛന്റെ ബോഡി തിരിച്ചറിയാൻ വേണ്ടി മോർച്ചറിയിൽ പോയി തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്നു. എങ്ങനെ ഇനി കേരളത്തിലേക്ക് പോകും എന്നുള്ള പ്രശ്നമായി. ഈ 2 ചെറുപ്പക്കാർ തന്നെ മുൻകൈയെടുത്ത് ടിക്കറ്റ് ഓക്കെയാക്കി പ്ലെയിനിന്. അങ്ങനെ ആ പ്ലെയിൻ കയറി അച്ഛന്റെ ജഡം അവിടെ ഉപേക്ഷിച്ച് ഈ അമ്മയും അതുപോലെ മകളും 2 കുട്ടികളും ചേർന്ന് കൊച്ചിയിലെത്തി. എറണാകുളത്താണ് അവരുടെ വീട്. സഖാവ് പിണറായിയോടൊപ്പം ഞാനും കൂടി അവിടെ പോയി. ഞങ്ങൾ 2 ആളെയും അവർ കണ്ടപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. പക്ഷെ ഒരു കാര്യം ആ പെൺകുട്ടി ചെറുപ്പക്കാരി പറഞ്ഞു, എന്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും കാശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി എന്നാണ്. അസാധ്യമായ കേരളീയ മനസ്സുകൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന പ്രയോഗം. എന്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് കാശ്മീരിൽ 2 സഹോദരങ്ങളെ കിട്ടി. അലി ഉൾപ്പെടെയുള്ള 2 ആൾ മുസ്ലിമാണ്, 2 മുസ്ലിമാണ്. 2 സഹോദരങ്ങളെ കിട്ടി എന്ന് പറഞ്ഞതിന്റെ പേരിൽ എത്ര കടുത്ത ആക്രമണമാണ് ആ സ്ത്രീ അഭിമുഖീകരിക്കേണ്ടി വന്നത്. സൈബർ ആക്രമണം. എന്ത് പറയാൻ ധൈര്യമില്ല, എന്തും പറയാൻ മടിയില്ലാത്ത സിറ്റി അവരെ ആക്രമിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ആ വീട്ടിൽ പോകുന്നത്. പിണറായി അവിടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി ചേർന്നു. ഞങ്ങൾ ആ വീട്ടിൽ പോയി. ആ വീടിന്റെ അന്തരീക്ഷം വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. പോയപ്പോൾ നമ്മുടെ സഖാക്കൾ ഉൾപ്പെടെയുണ്ട് എല്ലാവരും. അമ്മയെ കണ്ടു. അമ്മ സരസ്വതി വിദ്യാലയത്തിൽ നിന്ന് ഹെഡ്മിസ്ട്രസായിട്ട് പിരിഞ്ഞ അധ്യാപികയാണ്. അവരാണ് രാമചന്ദ്രന്റെ ശവഘോഷയാത്രയുടെ മുന്നിൽ ഗണഗീതം പാടണം എന്ന് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഗണഗീതം പാടണം എന്ന് പറഞ്ഞാൽ RSSന്റെ ഗാനം പാടണം എന്ന് പറഞ്ഞ RSS കുടുംബത്തിന്റെ അമ്മയാണ് ഈ ഭർത്താവായിട്ടുള്ള മനുഷ്യന്റെ ചെതയിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ പാടണം എന്ന് നിർദ്ദേശിച്ചു. എന്നിട്ട് പാടി.
അങ്ങനെ പാടിയിട്ട് ശവസംസ്കാരം കഴിഞ്ഞിട്ട് ആ കുടുംബത്തിലെ ആ ചെറുപ്പക്കാരി ഉൾപ്പെടെ ഞങ്ങൾ പോയപ്പോൾ ആ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗം RS നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോഴുള്ള കേരളത്തിലെ ഗവർണർ ഉണ്ടല്ലോ, അച്ഛൻ ഗോവയിലുള്ളപ്പോൾ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നല്ല RSS ആണ്. കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഒരു RSS കുടുംബത്തിലാണ് ഈ രാമേന്ദ്രൻ. അപ്പോ ഗവർണറോട് പറഞ്ഞപ്പോ ഗവർണർക്ക് അറിയാം, എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു പേരാണ് നിങ്ങളുടെ പേര്, ഗവർണറുടെ പേര്, ഇപ്പോഴുള്ള നമ്മുടെ ഗവർണർ. അപ്പൊ RSS ആണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ആ 2 കുട്ടികളെയും കൊണ്ട് പിന്നീട് അമ്മയെയും കൂട്ടി തിരിച്ചു വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ച അലി ഉൾപ്പെടെയുള്ള ആ 2 സഹോദരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു കാശ്മീരിൽ നിന്ന് എന്ന് പറയുന്ന മാനവികതയുണ്ടല്ലോ, അതാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്ന മാനുഷിക മൂല്യം.